മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത് പേർഷ്യൻ എംപയറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് പേർഷ്യൻ എംപയറിനെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പേർഷ്യൻ എംപയറിനെ കുറിച്ച് പറയുമ്പോൾ പേർഷ്യൻ എംപയറിനെ തന്നെയാണ് അഷാമെനിഡ് എംപയർ എന്നും പറയുന്നത്. അഷാമെനിഡ് എംപയർ എന്നതിനെ പറയുന്നുണ്ട്. ഈ ഒരു പേർഷ്യൻ എംപയറിന്റെ പ്രത്യേകത ഒരുപാട് എത്തനിക് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഒരു കൂടിച്ചേരലായിരുന്നു പേർഷ്യൻ എംപയർ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ ഈ ഒരു എംപയറിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇറാനിൽ തന്നെയാണ്, സെൻട്രൽ ഏഷ്യയിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പേർഷ്യൻ എംപയറിന്റെ സെൻട്രൽ ഏഷ്യ, ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരു സെൻട്രലാണ് ഇത് വരുന്നത്. ഒരു 1000 BC കൂടി തന്നെ ഇങ്ങനത്തെ ഒരു കൾച്ചർ വരുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു എംപയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് ഹെറോഡോട്ട്സ്, സ്ട്രാബോ, തൂസിഡൈറ്റ്സ്, സെനോഫോൺ തുടങ്ങിയിട്ടുള്ള സ്കോളേഴ്സിന്റെ ഒരുപാട് വർക്ക്സിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പേർഷ്യൻ എംപയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭ്യമാകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് ട്രൈബ്സിന്റെ ഒരു കൾച്ചർ ഒരുമിച്ച് ചേർന്നതാണ് ഈ പേർഷ്യൻ എംപയർ എന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ, മെഡേഴ്സ്, പാർത്തിയൻസ്, സോഗ്ഡിയൻസ്, പേർഷ്യൻസ്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്? മെഡസ്, പാർത്തിയൻസ്, സോഗ്ഡിയൻസ്, പേർഷ്യൻസ് തുടങ്ങിയവരൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോരോ വിഭാഗങ്ങളാണ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സൈറസ് എന്ന് പറയുന്ന വ്യക്തി. സൈറസിന്റെ കോൺഗ്രസ് റൂളറാണ് സൈറസ് എന്ന് പറയുന്നത്. 559 BC സൈറസ് എന്ന് പറയുന്ന റൂളറിന്റെ ഒരു ഉദയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പേർഷ്യയിലെ തന്നെ സദേൺ ട്രൈബ്, സൗത്ത് ഭാഗത്തുള്ള പേർഷ്യയുടെ സൗത്ത് ഭാഗത്തുള്ള ഒരു ട്രൈബ്, ഒരു ഗോത്രത്തിലെ ഒരു പ്രിൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു രാജകുമാര, ഒരു വ്യക്തിയായിരുന്നു സൈറസ് എന്ന് പറയുന്ന ആള്. ഈ സൈറസ് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻഷാൻ എന്ന് പറയുന്ന ഒരു പ്രഭുവിന്, ഒരു വാസൽ കിങ് അല്ലെങ്കിൽ നാട്ടുപ്രമാണിനെ, അൻഷാൻ എന്ന് പറയുന്ന ഒരു നാട്ടുപ്രമാണി, ഒരു വാസൽ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെയാണ് സൈറസ് പതുക്കെ അധികാരത്തിലേക്ക് കയറി വരുന്നത്. അതിനുശേഷം സൈറസ് ഈ മെഡസിന്റെ രാജാവിനെയായിട്ട്, മെഡസ് എന്ന് പറഞ്ഞ ഒരു ട്രൈബിന്റെ രാജാവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും മെഡസിന്റെ രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ മെഡസിന്റെ രാജാവായിട്ടാണ് സൈറസ് അധികാരമേൽക്കുന്നത്. അതിനുശേഷം ഈ മീഡിയൻ കിങ്സിന്റെ രാജാവായിക്കൊണ്ട് അദ്ദേഹം കിങ് ഓഫ് കിങ്സ് എന്ന ടൈറ്റിൽ, രാജാവിന്റെ രാജാവ് എന്നുള്ള ടൈറ്റിൽ, കിങ് ഓഫ് കിങ്സ് എന്നുള്ള ടൈറ്റിലേക്ക് അദ്ദേഹം വരികയാണ് ചെയ്തത്. അതാണ് സൈറസിന്റെ ഒരു എൻട്രി എന്ന് പറയുന്ന ഒരു കോൺക്വസ്റ്റിലൂടെ അദ്ദേഹം അതിലേക്ക് കടന്നു വരികയാണ്. ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിന്റെ എംപയർ, സൈറസ് എംപയർ ഒരുപാട് വിസ്തീർണപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം കുറെ സ്ഥലങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങൾ കോൺഗോർ ചെയ്യുക, ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് സൈറസിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. അങ്ങനെ അദ്ദേഹം കോൺഗോർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ലിഡിയ, ഇന്നത്തെ തുർക്കി, ലിഡിയ. ദെൻ അത് കോൺഗോർ ചെയ്യുന്നത് 546 BC. ദെൻ ബാബിലോൺ 539 BC ബാബിലോൺ ആക്രമിച്ച് കീഴടക്കുന്നു. അങ്ങനെ ഓരോ പ്രദേശങ്ങൾ ഇദ്ദേഹം ആക്രമിച്ച് പേർഷ്യൻ എംപയറിന്റെ ഒരു വിസ്തീർണമാണ് ഇദ്ദേഹം നടക്കുന്നത്. അപ്പൊ ഏഷ്യ മൈനറിലെ പല ഭാഗങ്ങളൊക്കെ ഇദ്ദേഹം ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് റിലീജിയസ് ആയിട്ട് പറയുമ്പോൾ ഒരു ടോളറൻസ്, എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയോട് കൂടിയിട്ടുള്ള മതപ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസ ദൈവമായിരുന്നു മർദൂക്ക്. ഈ മർദൂക്ക് എന്ന് പറയുന്ന ദൈവത്തിന് ഒരു പ്രധാന ദൈവമായിട്ട് കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന ഒരു രീതി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സൈറസ്. അപ്പോൾ ഒരു റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു, ഒരു മതസഹിഷ്ണുത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ മതസഹിഷ്ണുത അദ്ദേഹത്തിന് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊറസ്ട്രേനിസം എന്ന് പറഞ്ഞിട്ടുള്ള മതത്തിന് അതിൽ നിന്ന് അദ്ദേഹം എടുത്തതാണ് ഈ മതസഹിഷ്ണുത എന്ന് പറയുന്നത്. അദ്ദേഹം ആരാധിച്ചിരുന്ന ഒരു ഡിവോട്ടി ആയിരുന്നു അഹുറ മസ്ത എന്ന് പറയുന്നത്. അഹൂറ മസ്ത, അതായത് സൊറസ്ട്രേനിസത്തിന്റെ ഒരു ദൈവമാണ് അഹൂറ മസ്ത എന്ന് പറയുന്നത്. ആ ഒരു ദൈവവിശ്വാസം കാരണമാണ് ഇദ്ദേഹം മതസഹിഷ്ണുത കൊണ്ടുവരുന്നത്. ഇനി അപ്പൊ മതത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പോളിസി അദ്ദേഹം സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദൈവമായിട്ടുള്ള മർദൂക്കിനെ ഒരു പ്രധാന ദൈവമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ദെൻ സൈറസ് ഒരു യുദ്ധത്തിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. 530 BC ഒരു യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ അധികാരത്തിലേക്ക് വരികയാണ്, സാംബിയസസ്. സാംബിയസസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ അധികാരത്തിലേക്ക് വരുന്നു. ഇദ്ദേഹം എങ്ങനെയാണ് ഫേമസ് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്ത് കോൺഗോർ ചെയ്യുന്നുണ്ട് 525 BC. അങ്ങനെ ഈജിപ്ത് കോൺഗോർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആവുന്നത്. ഇദ്ദേഹത്തിന് ശേഷം, ഈ സാംബിയസിന്റെ ഭരണത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു നോബിൾ ആയിരുന്നു, അതായത് ഒരു എന്താ പറയുക കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പ്രമാണിയായിരുന്നു ഡാരിയസ്. ഈ ഡാരിയസ് ഒരു റിബൽ ആവുകയും
ഈ സൈറസിന്റെ ഫോളോവേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ നൊബിൾ ആയിട്ടുള്ള ഡാരിയസ് പിന്നീട് അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് പേർഷ്യൻ എംപയറിന്റെ ഒരു പ്രധാന റൂളറാണ് ഡാരിയസ് ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്നത്. ഡാരിയസ് 522 മുതൽക്ക് 486 BC വരെയാണ് ഈ ഡാരിയസിന്റെ ഭരണകാലം. ഡാരിയസ് ഒന്നാമൻ ആദ്യം വരെയാണ് ഭരണകാലഘട്ടത്തിലേക്ക്. ഇദ്ദേഹത്തിന്റെ സമയത്ത് ഒരുപാട് റിവോൾട്സ്, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് ഡാരിയസ് ഒന്നാമൻ അധികാരത്തിലേക്ക് വരികയാണ്. ഇദ്ദേഹം വെസ്റ്റേൺ ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്സിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഡാരിയസ് ഇന്ത്യ കേന്ദ്രീകരിച്ചോ ഇന്ത്യയിലേക്കൊക്കെ ഒരു എക്സ്പെഡിഷൻ നടത്താൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ് ഇയാള്. ഇവരുടെ ഒരു ഗ്രൂപ്പാണ് സ്കൈത്യൻസ് എന്ന് പറയുന്നത്. ഈ സ്കൈത്യൻസിനെ തോൽപ്പിക്കുക തുടങ്ങിയവയൊക്കെ ഡാരിയസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ദെൻ ഇവരുടെ സമയത്ത് ഡാരിയസിന്റെ മറ്റൊരു ഇതാണ് ഗ്രീക്കോ പേർഷ്യൻ വാർസ്. ഡാരിയസിന്റെ സമയത്താണ് ഗ്രീസുമായിട്ട് പേർഷ്യയിൽ യുദ്ധം വരുന്നത്. ഗ്രീക്കോ പേർഷ്യൻ വാർസ് നമ്മുടെ ഹെറോഡോട്ട്സിന്റെ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഹെറോഡോട്ട്സിന്റെ ഒരു ഫേമസ് പുസ്തകമാണ് ഹിസ്റ്ററീസ്. അപ്പോൾ ഹെറോഡോട്ടസിന്റെ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത്. അതിൽ നിന്നാണ് ഈ ഒരു യുദ്ധത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നെ ലഭ്യമാകുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ആഥൻസ് ഗ്രീക്കിലെ സ്ഥലമാണ് ആഥൻസിനെ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു നാവി, ഒരു കപ്പൽ പടയാളികളെ ആഥൻസിലേക്ക് വിട്ടുകൊണ്ട് ഒരു യുദ്ധം നടത്തുകയാണ് ചെയ്യുന്നത്. 490 BC ഇത് നടക്കുന്നത്. ഈ യുദ്ധത്തിനെയാണ് ബാറ്റിൽ ഓഫ് മാരത്തോൺ എന്നറിയപ്പെടുന്നത്. എന്താണ് ബാറ്റിൽ ഓഫ് മാരത്തോൺ? ഈ ഗ്രീക്കുമായിട്ട് നടത്തിയിട്ടുള്ള പേർഷ്യൻ യുദ്ധത്തിനെയാണ്, ഏഥൻസിനെ ആക്രമിച്ചതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബാറ്റിൽ ഓഫ് മാരത്തോൺ എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു ഹെറോഡോട്ട്സിന്റെ പുസ്തകത്തിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഡാരിയസ് എന്ന് പറഞ്ഞ വ്യക്തി ഗ്രീക്കുമായിട്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുകയും ഗ്രീക്ക് എക്സ്പെഡിഷൻസ് അല്ലെങ്കിൽ ഏഥൻസിനെയൊക്കെ ആയിട്ടുള്ള യുദ്ധങ്ങൾ നിരന്തരം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി ഡാരിയസിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള മറ്റ് എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്സ് സെറ്റപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എംപയർ ഒരുപാട് പ്രൊവിൻസസ് ആയിട്ട്, പ്രവിശ്യകളായിട്ട് തിരിക്കുന്നുണ്ട്. സത്രാബീസ് എന്നും അതിനെ പറയും. പ്രൊവിൻസസിനെ തന്നെ സത്രാബീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സത്രാബീസിന് പിന്നെയും ഒരുപാട് ചെറിയ ചെറിയ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിട്ട്, സ്മോളർ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആയിട്ട് തരംതിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണം നടത്തുന്നത്. ഇനി ഈ ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലും ഗവർണർമാരെ അല്ലെങ്കിൽ സത്രാബീസിലും അതിന് താഴെയുള്ള യൂണിറ്റിലൊക്കെ ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇദ്ദേഹത്തിന്. അപ്പൊ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ പറയുക ഭരണം നടത്തുന്ന ഒരു സിസ്റ്റമാണ് ഇദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ചെക്കുകള്, ബാലൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ കാണാൻ പറ്റും. ചെക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. ദെൻ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് ഇൻസ്പെക്ടേഴ്സ് ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ മൊത്തം എംപയർ, ഡാരിയസിന്റെ കീഴിലുള്ള എംപയറിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്പെക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഇൻസ്പെക്ടർമാരെയാണ് ഇയേഴ്സ് ആൻഡ് ഐസ് ഓഫ് ദി കിങ് എന്നാണ് പറഞ്ഞത്. രാജാവിന്റെ കണ്ണും കാതുമാണ് ഈ ഇൻസ്പെക്ടേഴ്സ് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇയേഴ്സ് ആൻഡ് ഐസ് ഓഫ് ദി കിങ്. അതിൽ നിന്ന് വെച്ചാൽ ആ രാജാവ് അത്രയും വിശ്വസിച്ചിരുന്നു ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇൻസ്പെക്ടേഴ്സ് ആക്കി വെക്കുന്നവര് രാജാവിന്റെ അല്ലെങ്കിൽ ഡാരിയസിന്റെ അത്രയും അടുത്ത വിശ്വാസികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു എലൈറ്റ് ട്രൂപ്സ് ഉണ്ട്, ഉയർന്ന ആളുകളുടെ ഒരു കൂട്ടം എലൈറ്റ് ട്രൂപ്സ് ഉണ്ട്. അതിനെ ഇമ്മോർട്ടൽസ് എന്നാണ് പറയുന്നത്, അനശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സെൻട്രലൈസ്ഡ് ആർമി, ഒരു കേന്ദ്രീകൃതമായിട്ട് എംപയറിൽ ഒരു ആർമി ഉണ്ടായിരുന്ന, ഒരു സ്റ്റാൻഡിങ് ആർമി, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആർമി ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, തെളിവുകൾ ലഭിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ക്യാപിറ്റലാണ് പെർസോപോളിസ് എന്ന് പറയുന്നത്. പെർസോപോളിസ് പുതിയ ക്യാപിറ്റലാണ് പെർസോപോളിസ്. സമ്മർ ക്യാപിറ്റൽ ആയിട്ട് അദ്ദേഹം കൊണ്ടുവന്നാണ് എക്ബത്തന എന്ന് പറയുന്ന ഒരു സമ്മർ ക്യാപിറ്റൽ. അപ്പൊ രണ്ട് ക്യാപിറ്റൽ, ഒരു സ്ഥിരം ക്യാപിറ്റൽ ആയിരുന്നു പെർസോപോളിസ്. സമ്മർ ക്യാപിറ്റൽ ആയിട്ട് എക്ബത്തനേനെ ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത് ഇറാനിലായിരുന്നു, എക്ബത്തന ഇറാനിലാണ് ഉണ്ടായിരുന്നത്. ഇനി ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ റിഫോം ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത് ബെഹൂസ്തൻ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്. ബെഹൂസ്തൻ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്. ഒരു ഇൻസ്ക്രിപ്ഷൻ, ഒരു ശാസനമായിരുന്നു. അതിൽ നിന്നാണ് ബെഹൂസ്തൻ ഇൻസ്ക്രിപ്ഷൻ എഴുതി വെക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം കിട്ടുന്നത്.
അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സമയത്ത് ഒരു എക്കോണമി, ഒരു സാമ്പത്തിക വ്യവസ്ഥയും വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് അങ്ങനത്തെ യൂണിറ്റുകളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാതും കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി മെഷർ ചെയ്ത് വെക്കുന്ന ഒരു രീതിയൊക്കെ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കനാലുകൾ, പഴയകാല കനാലുകൾ, റോഡുകൾ നിർമ്മിക്കുക, അതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പബ്ലിക് വർക്കുകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇനി ഡാരിയസിന്റെ ഭരണത്തിന് ശേഷം പിന്നെ ഒരു പേർഷ്യയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് സെർസസ് എന്ന് പറഞ്ഞത്. XERXES, സെർസക്സ്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 485 മുതൽക്ക് 465 BC വരെയാണ് സെർസസിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പേർഷ്യക്കാര് ഒരു ജോയിന്റ് ആർമി നിർമ്മിച്ചിട്ട് ഗ്രീക്കിനെ നേരിടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഗ്രീക്ക് എന്ത് ചെയ്തു? ഏതൻസിന്റെ കീഴിൽ ഒരു ആർമി ഉണ്ടാക്കുകയും പേർഷ്യക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് ഗ്രീക്കുകാർ ഒരുമിച്ച് കൊണ്ടൊരു ആർമി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ജോയിന്റ് ആർമി അണ്ടർ ഏതൻസ് കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ജോയിന്റ് ആർമി ഉണ്ടാവുന്നുണ്ട് ഗ്രീസിൽ. അതിനെ ഡീലിയൻ ലീഗ് എന്നാണ് പറയുന്നത്. DELIAN, ഡീലിയൻ ലീഗ് എന്നാണ് ഈ ആർമീനെ പറയുന്നത്, ഏതൻസിന്റെ കീഴിലുള്ള ആർമീനെ പറയുന്നത്. ഇനി സെർസസിന് ശേഷം വന്നത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആർട്ടസെർസസ് ഒന്നാമനാണ്. ആർട്ടസെർസസ് ഒന്നാമൻ അധികാരത്തിൽ വരെയാണ്. 465 BC മുതൽക്ക് 425 BC വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിൽ ഈജിപ്ത് ആക്രമിക്കുക, അങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള ഡേരിയസ് രണ്ടാമനാണ്. ഡേരിയസ് രണ്ടാമനോട് കൂടി തന്നെ ഈ ഒരു എംപയർ അതിന്റെ ഒരു ലോസ്, എന്താ പറയാ, പ്രതാപം നശിക്കുന്ന, ഗ്ലോറി നശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ്. അതിനുശേഷം അലക്സാണ്ടർ മൂന്നാമൻ, ഈ അലക്സാണ്ടർ മൂന്നാമനെയാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്നത്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് പേർഷ്യൻ എംപയർ കോൺഗർ ചെയ്യുകയും കൈയടക്കുകയും ചെയ്യാണ്. ഒരു 330 BCയോട് കൂടിയിട്ട് അങ്ങനെ പേർഷ്യൻ എംപയറിന്റെ പതനം ഉണ്ടാവുകയാണ്. അപ്പൊ 330 BC വരെയാണ് ഈ പേർഷ്യൻ എംപയർ അല്ലെങ്കിൽ കൾച്ചർ നിലനിന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആരൊക്കെ പറഞ്ഞതിൽ പ്രധാനമായിട്ടും സൈറസിനെ പറഞ്ഞു, പിന്നെ ഡാരിയസിന്റെ അധികാരം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിന്തുടർച്ചയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു സമയത്തെ പ്രധാനപ്പെട്ടാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇനി പേർഷ്യയിലെ ഈ സമയത്തുള്ള ഗവൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എംപറർ, റൂളർ, അതായത് രാജാവാണ് ഹെഡിലിരിക്കുന്നത്, റൂളറാണ്. അതിന് താഴെ ഒരുപാട് പറഞ്ഞു പ്രൊവിൻസസ് ഉണ്ട്, സത്രാബീസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, അവിടെ ഗവർണേഴ്സ് ഉണ്ട്. ആ ഗവർണേഴ്സിന് സിവിൽ അഫയേഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ തരംതിരിച്ച് യൂണിറ്റ് ആയിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇനി സൈറസിന്റെ ഗവൺമെന്റ് എപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് റൂളിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. സൈറസിന്റെ സമയത്ത് റൂൾ എപ്പോഴും സെൻട്രലൈസ്ഡ് ആയിരുന്നു. പിന്നീട് ഡാരിയസിന്റെ കാലഘട്ടമായപ്പോഴേക്കും ഡാരിയസ് ഈ എംപയറിനെ 7 റീജിയൻ ആയിട്ട് അദ്ദേഹത്തിന്റെ എംപയർ തരംതിരിക്കുന്നുണ്ട്. ഈ സത്രാബീസ് പോലെ തന്നെ 7 റീജിയൻസ് ആയിട്ട്, 7 പ്രദേശങ്ങളായിട്ട് ഡാരിയസ് അദ്ദേഹത്തിന്റെ എംപയറിനെ തരംതിരിച്ചിട്ടാണ് അധികാരം നടത്തിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഇവർക്കൊക്കെ മിലിറ്ററി, ഇതിൽ കൂടുതൽ മിലിറ്ററി, സ്റ്റാൻഡിങ് ആർമി തുടങ്ങിയവയ്ക്കൊക്കെ ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഈ എംപയർ സാധാരണ പോലെ തന്നെ തകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് പേർഷ്യൻ എംപയറിന്റെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. താങ്ക് യു.